അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നുമല്ല, ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി തന്നെയാണ്. അതായത് ഇപ്പോൾ ISL നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യും, ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ പല ഡേറ്റുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഓരോ പ്ലേയേഴ്സും, അതായത് ഇന്ത്യൻ പ്ലേയേഴ്സ് മാത്രമല്ല, അതായത് ISL കളിച്ചുകൊണ്ടിരിക്കുന്ന പല ഫോറിൻ പ്ലേയേഴ്സും, അതായത് നമ്മുടെ എഡ്രിയാൻ ലൂണ അടക്കം അല്ലെങ്കിൽ നോവ സുദോയ് അടക്കമുള്ള പല പ്ലേയേഴ്സും ഇതിലേക്ക് വന്ന് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതേ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കും. അപ്പോൾ കുറച്ച് ടൈം എടുക്കുമായിരിക്കും, എന്നാലും കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക. നമ്മൾ ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? ഇതുവരെ ഒരു പ്ലെയേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരും ആയിക്കോട്ടെ, ഒരു പ്ലെയേഴ്സ് പോലും ഇവിടെ ഈ ആഷിഖുണ്ടേനൊക്കെ വന്ന് പല താളം അടിക്കും നമ്മൾ കേട്ടു. ഏതാ മെസ്സി വരുന്ന കേസിൽ ഇവിടുത്തെ കേരള ഗവൺമെന്റിന്റെ കുറ്റം പറയുന്നത് വരെ നമ്മൾ കേട്ടു. പക്ഷെ ഇവരാരും ഒരക്ഷരം നമ്മുടെ നാഷണൽ കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിയിട്ട് ഒരക്ഷരം പോലും പറയുന്നത് ഞാൻ കേട്ടില്ല. അല്ലെങ്കിൽ AIFനെ പറ്റി പോലും പറയുന്നത് കേട്ടില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എല്ലാവരും ഇറക്കി ഓരോ പോസ്റ്റർ ഒക്കെ ഇതിടുന്നത് നമ്മൾ കണ്ടു, ശരിയാണ്. പക്ഷെ ഇവരാരും ഇതിന്റെ കാര്യത്തിൽ ഇവിടുത്തെ ഗവൺമെന്റിനെ, അതായത് ഇന്ത്യയുടെ ഗവൺമെന്റിനെ, നാഷണൽ ഗവൺമെന്റിനെ പറ്റിയിട്ട് ഒരക്ഷരം പറയുന്നത് നമ്മൾ കേട്ടില്ല. അപ്പൊ പച്ചയായിട്ട് പറയുകയാണെങ്കിൽ ഈ മോദി അണ്ണനെ പറ്റി ഒരക്ഷരം ഒരാളും കിട്ടുന്നില്ല. നമ്മളിതിൽ രാഷ്ട്രീയമോ മറ്റു കാര്യമോ പറയില്ല. മോദി എന്റെയും പ്രധാനമന്ത്രിയാണ്. ഓക്കെ, ഞാൻ ഇന്ത്യക്കാരനാണ്, എന്റെയും പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഇവര് എന്തുകൊണ്ട് ഫുട്ബോളിന്റെ, ഈ ഇന്ത്യൻ ഫുട്ബോളിന്റെ കാര്യങ്ങളിൽ ഇവർ ഇടപെടുന്നില്ല? ഇവര് ഒക്കെ ഉൾപ്പെടുന്നതാണല്ലോ ഈ രാജ്യം. അപ്പൊ ഈ രാജ്യത്തിന്റെ ഏത് മേജർ ഇഷ്യൂവിലും ഇവരൊക്കെ വന്ന് ഇൻവോൾവ് ആവേണ്ടതാണ്. ഈ പറഞ്ഞ ക്രിക്കറ്റിനൊക്കെ ഇവർ കൊടുക്കുന്ന വാല്യൂ എന്തുകൊണ്ട് ഇവർ ഫുട്ബോളിന് കൊടുക്കുന്നില്ല എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. അതിനെ പറ്റിയിട്ട് ആരും സംസാരിക്കുന്നുമില്ല. ഇപ്പൊ ഇവിടെ മെസ്സി വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ ഗവൺമെന്റിനെ കുറ്റം പറയാനായിട്ട് യാഷിക്കുൻഡേ പോലുള്ള കുറെ ടീമുകൾ ഇവിടെ ഇറങ്ങി വന്നിരുന്നു. ഇവരാരും എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല? എന്താ ഇവരൊക്കെ പ്രശ്നം? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്താണ് ഗവൺമെന്റ് ഇവിടെ ചെയ്തത്? ഗവൺമെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നൊരു കാര്യം, ഫുട്ബോൾ ഇസ് എ വേൾഡ് ഗെയിം. നിങ്ങളെ ഈ ക്രിക്കറ്റ് പോലുള്ള, ഈ കുട്ടിയും കോലും പോലുള്ള 10-16 രാജ്യങ്ങളിൽ ഇതൊരു പരിപാടിയല്ല. ഇത് വേൾഡ് ഗെയിമാണ്. ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു നീഡാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാം. മറ്റ് ഗെയിമുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനമാണിത്. അത് ഒരു എന്താ പറയാ, ചുമ്മാ ഒരു പരിപാടിയൊന്നും അല്ലത്. അത് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ പറയുന്ന കാര്യം മനസ്സിലാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് തലയ്ക്കകത്ത് എന്തെങ്കിലും ആൾ താമസമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവണം. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കോർപ്പറേറ്റ് ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയാണ്. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകളാണ്, നമുക്കറിയാം. അപ്പോൾ അതായത് ISLന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പൊ ISL നടത്താൻ ഇവിടെ ഒരാളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ISL ലാഭകരമല്ല എന്നാണ് പറയുന്നത്. ലാഭമല്ലാത്തത് കൊണ്ട് ഒരു കോർപ്പറേറ്റുകളും തയ്യാറാവുന്നില്ല ഇവിടെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഞാൻ ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത്, ഒരു ഗവൺമെന്റ് അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ലാഭകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്നാണോ? പിന്നെ എന്തിനാണ് ഒരു ഗവൺമെന്റ്? ലാഭം നോക്കിയിട്ടല്ലല്ലോ ഒരു ഗവൺമെന്റ് നിൽക്കേണ്ടത്. അപ്പൊ ലാഭകരമല്ലെങ്കിൽ അതിനെ ലാഭകരമാക്കാനുള്ള പരിപാടികൾ ഈ ഗവൺമെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ പണി. ഇപ്പോ നമുക്കറിയാം, മോഹൻ ബഗാൻ, അതായത് ATK ആയിരുന്ന സമയത്ത് മോഹൻ ബഗാൻ അവരുമായിട്ട് ലയിച്ച് മോഹൻ ബഗാൻ ISLലേക്ക് വരുന്നു. ISLലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും വലിയൊരു വിഷയം ഉണ്ടായെന്ന് പറയുന്നത് ബംഗാൾ ഡെർബി അവിടെ നിലച്ചു എന്നുള്ളതാണ്. അതായത് മോഹൻ ബഗാൻ എന്ന ഒരു I ലീഗിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതായത് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും I ലീഗിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡെർബിയാണ് ഈ ബംഗാൾ ഡെർബി എന്ന് പറയുന്നത്. ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരം. അപ്പോൾ മോഹൻ ബഗാൻ ISLലേക്ക് പോകുന്നപ്പോൾ ആ ഡെർബി അവിടെ ഇല്ലാതെയായി. സോ ആ സമയത്ത് ബംഗാളിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നു. അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി അതിന് ഇടപെടുന്നു. അവര് ഈസ്റ്റ് ബംഗാളിനെ കൂടി ISLലേക്ക് കൊണ്ടുവരാനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, സ്പോൺസറെ കണ്ടെത്തുന്നു, ഈസ്റ്റ് ബംഗാളിനെ കൂടി ISLലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഗവൺമെന്റ്. ഗവൺമെന്റ് സ്പോർട്സിന് അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫുട്ബോളിന് അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു. അവര് ഈസ്റ്റ് ബംഗാളിനെ കൂടി ISLലേക്ക് കൊണ്ടുവരുന്നു. ആ ഡെർബി അവരവിടെ നിലനിർത്തുന്നു, ആ പ്രതിഷേധം അവിടെ ഒഴിവാക്കും. ഇതൊക്കെയാണ് ഗവൺമെന്റ്. ഇവിടെ AIFന്റെ ഈ പ്രശ്നം, ISL നടക്കുമോ ഇല്ലയോ എന്നുള്ള പ്രതിസന്ധിയിൽ ഇവിടുത്തെ ഗവൺമെന്റ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ അവർ സംസാരിക്കുന്നത്? ഇവിടെ ക്രിക്കറ്റിന് കൊടുക്കുന്ന 1% വാല്യൂ ഇവർ ഫുട്ബോളിന് കൊടുക്കുന്നുണ്ടോ? കൊടുക്കില്ല. കാരണം കൊടുക്കാനായിട്ട് ഇവർക്ക് അറിയില്ലല്ലോ ഫുട്ബോൾ എന്താണെന്ന്. ഫുട്ബോൾ എന്താണെന്ന് ഇവർക്ക് അറിയില്ല. മെസ്സി, റൊണാൾഡോ അല്ലെ നെയ്മർ, ഇതിന്റെ അപ്പുറത്തൊരു പേര് പോലും ഈ പറയുന്ന ഗവൺമെന്റ് തലപ്പത്തിരിക്കുന്നവർക്ക് അറിയാമോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലൂടെ SLK നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേഡിയം കുറച്ച് ചെറുതായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഈ ചെറിയ ലീഡ്സ് യുണൈറ്റഡ് പോലുള്ള ക്ലബ്ബുകളുടെ സ്റ്റേഡിയം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഗ്രൗണ്ടുമായിട്ട് ക്ലോസ് ആയിട്ട് ചെറിയ സ്റ്റേഡിയമാണ്, കുറച്ച് കപ്പാസിറ്റി മാത്രമുള്ള, കൂടിപ്പോയ ഒരു 20,000 അല്ലെങ്കിൽ 30,000 ആളുകൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി. പക്ഷെ ആ സ്റ്റേഡിയം എപ്പോഴും ഫീൽഡ് ആയിരിക്കും. ആ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ആരവം മുഴങ്ങിക്കൊണ്ടേയിരിക്കും.
അപ്പൊ അങ്ങനെ ഒരു സ്റ്റേഡിയം ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ആ സ്റ്റേഡിയത്തിൽ നമ്മൾ പോയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അലമുറയിടണം. ഏതാ മഞ്ഞപ്പുറ സ്റ്റാൻഡിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് നമ്മുടെ ചാൻഡ് എത്താൻ നമ്മൾ അലമുറയിടണം. കാരണം ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഒത്ത നടുക്ക് കൊണ്ടുപോയി സ്ക്വയർ അടിച്ച് ഫുട്ബോൾ ഗ്രൗണ്ട് ആക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോലെ അലമുറയിടണം. ഭയങ്കര ആഗ്രഹമുണ്ട് ക്ലോസ് ആയിട്ടിരുന്ന് ചാൻഡ് ചെയ്യണമെന്ന്. പക്ഷെ അത് നടക്കുന്നില്ല. കാരണം ഇന്ത്യയിൽ അങ്ങനെയുള്ള സ്റ്റേഡിയംസ് നമുക്കില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെയുള്ള സ്റ്റേഡിയംസ് ഒക്കെ ഉണ്ടെന്ന് SLK വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ മലപ്പുറത്താണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള സ്റ്റേഡിയംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ SLK ശരിക്കും പറഞ്ഞാൽ ISL-നേക്കാളും ഭയങ്കര ക്വാളിറ്റിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ISL പക്ഷെ താഴേക്ക് പോകുന്നു. എന്താണല്ലേ ഇപ്പൊ ഇത്രയും ഫാൻസ് ഉള്ള അല്ലെങ്കിൽ ഇത്രയും ആരാധകരുള്ള ഇവരെയൊക്കെ ഈ ഗവൺമെന്റ് ഒക്കെ ഇങ്ങനെ വേണ്ട അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വേണ്ടാന്ന് വെച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് കൂടുതൽ പറയാനുള്ളത് ഇവരാരും ഇതേപ്പറ്റി ഈ പറഞ്ഞ ആഷിഖ് കുർണിയനൊക്കെ വന്ന് പല പരിപാടി അടിച്ചിട്ട് പോയി ഇവിടെ. ഗവൺമെന്റ് അർജന്റീനയെ കൊണ്ടുവരുന്നു, മെസ്സിയെ കൊണ്ടുവരുന്നു, നമുക്ക് ഫെസിലിറ്റി. ആഷിഖ് കുർണിയന്റെ ഒക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇന്ത്യൻ ഫുട്ബോൾ പറഞ്ഞത് കേരള ഗവൺമെന്റിന്റെ പ്രശ്നമാണെന്ന് തോന്നും. ആ രീതിയിലാണ് ആഷിഖ് കുർണിയനൊക്കെ സംസാരിച്ചിട്ട് പോയിട്ടുള്ളത്. പക്ഷെ ഇവരാരും ഇവരൊക്കെ പറയുന്നത് ആണെന്ന് നമുക്ക് വെക്കാം. എങ്കിൽ പോലും ഇവരാരും എന്തുകൊണ്ട് നാഷണൽ ഗവൺമെന്റിനെ പറ്റി ഒരു അക്ഷരം കിട്ടുന്നില്ല? ഇന്ന് ISL നടക്കോ ഇല്ല എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ പോലും ഇവരാരും ഒരു അക്ഷരം കിട്ടുന്നില്ല. ഇവരൊക്കെ എന്തെടുക്കുക? ഇവരൊക്കെ എന്ത് പറയുന്നത്? ഇവരുടെ കുറെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൊണ്ട് മാത്രം ഒതുങ്ങുന്ന കാര്യമാണോ ഇത്? ഒരിക്കലല്ല. നമ്മൾ ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് കോർപ്പറേറ്റ്സുകൾ പറയുന്നത് ഞങ്ങൾക്ക് ലാഭകരമല്ല എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ വേണ്ട എന്ന് വെച്ചേക്കുന്നത്. അതെടുത്ത് നടത്താൻ ആള് കോർപ്പറേറ്റ്സ് ഇല്ലെങ്കിൽ ഗവൺമെന്റ് നടത്തൂ. ഗവൺമെന്റിനുള്ള പല ഫണ്ടുകളില്ലേ? ഒരു സ്പോർട്സിന് വേണ്ടിയിട്ട് എത്ര ഫണ്ടാണ് മാറ്റി വെക്കുക ഒരു വർഷത്തേക്ക്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ഒരു ഐഡിയ ഇല്ല. സ്പോർട്സിന് വേണ്ടി ഫണ്ട് മാറ്റി വെച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു സ്പോർട്സിന് ഇത്ര ഫണ്ട് എന്ന് പറയുമ്പോൾ പോലും ക്രിക്കറ്റിന് വേണ്ടി വേറെ ഫണ്ട് മാറ്റി വെക്കാൻ തോന്നുന്നില്ല. കാരണം അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ സ്പോർട്സിന് വേണ്ടി ഫണ്ട് മാറ്റി വെച്ചാൽ തന്നെ അതിന്റെ ഏറ്റവും കൂടുതൽ ശതമാനം ക്രിക്കറ്റിന്, ബാക്കിയുള്ള ശതമാനം ബാക്കിയുള്ള സ്പോർട്സിനും ആയിരിക്കാം. അപ്പൊ ഫുട്ബോളിന് എത്ര ഫണ്ട് കിട്ടുന്നുണ്ട്? ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു വേൾഡ് ഗെയിമാണ് മച്ചാന്മാരെ, എന്റെ പൊന്നെ മോദിയണ്ണ, എന്റെ പൊന്നെ അണ്ണന്മാരെ. അപ്പൊ ഫുട്ബോൾ നമുക്ക് ഭയങ്കര ആവശ്യമായിട്ടുള്ള സാധനമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ ക്രിക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ സംഭവം ഫുട്ബോൾ ഇവിടെ ഉണ്ടാക്കും. നിങ്ങളതൊന്ന് വിശ്വസിക്കുക, നിങ്ങൾ അതിന് ട്രസ്റ്റ് ചെയ്യും, നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഗവൺമെന്റ് ലാഭമായിട്ടുള്ള പരിപാടി മാത്രമേ ചെയ്യുന്നുള്ളൂ. നാളെ ഇന്ത്യൻ റെയിൽവേ നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യൻ റെയിൽവേ വേണ്ടെന്ന് നോക്കുവോ? എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ ലാഭം മാത്രം നോക്കിയിട്ടുണ്ടല്ലോ ഒരു ഗവൺമെന്റ് ആയാലും ഒരു രാജ്യത്തിന്റെ ആളുകളായാലും നിലകൊള്ളേണ്ടത്. ഇവിടുത്തെ പൗരന്മാർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു വികസനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫുട്ബോളിന് എന്താ ഇത്രയും എന്താ ഈ ഒരു അവഗണന ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നതിന്റെ കാര്യം മനസ്സിലാവുന്നില്ല. രാജ്യത്തിന്റെ മേജർ ലീഗാണ് അത്. ഇന്ന് ഉണ്ടോ ഇല്ലയോ എന്നറിയാത്തൊരവസ്ഥ. എന്താണ് ഈ AFF എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് എന്താ പണി? നമുക്കറിയില്ല ശരിക്കും എന്താ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടത്, എന്താ പറയേണ്ടത്. ശരിക്കും നമ്മൾ ഇവിടുത്തെ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യേണ്ട സമയമായി. ഇപ്പോഴും ഗവൺമെന്റിനെ അതിനൊന്നും പറയുന്നില്ല, ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നില്ല. ഇവിടുത്തെ ഗവൺമെന്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വായിക്കുന്നത് പണം തിരികിയിരിക്കുന്നു. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എന്ത് പ്രശ്നമായാലും സോൾവ് ചെയ്യണ്ടേ? വളരെ ലേറ്റ് ആയിട്ടാണ് ഇവിടെ ഒരു ലീഗ് വരുന്നത്. നമ്മളിവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും അല്ലെങ്കിൽ ബാഴ്സലോണയും റയൽ മാഡ്രിഡിനെയൊക്കെ ആരാധിച്ചിരിക്കുക. കാരണം നമുക്ക് സ്വന്തമായിട്ട് ക്ലബില്ല, നമുക്ക് സ്വന്തമായിട്ട് ലീഗില്ല. ഉണ്ടെങ്കിൽ ഐ ലീഗ് ഉണ്ടായിരുന്നു, ഐ ലീഗിന് ടെലികാസ്റ്റ് ഇല്ല. എന്തിന്? ഇന്ത്യ നാഷണൽ ടീമിന്റെ കളിക്ക് പോലും ടെലികാസ്റ്റ് ആയിരുന്നു. അതാണ് എല്ലാവരും സമരം ചെയ്തിട്ട് ടെലികാസ്റ്റ് വന്നത്. 52 ഫ്രാൻസുമായിട്ട് ഒളിമ്പിക്സ് സെമി ഫൈനലിൽ തോറ്റ ഇന്ത്യ 58 ബ്രസീൽ വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്തപ്പോ ബൂട്ടില്ലാതെ കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ കളിക്കാൻ പോകാഞ്ഞത് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത, അങ്ങനെ വിശ്വസിപ്പിച്ച ഒരു ജനത ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുക. 52 ഒളിമ്പിക്സിൽ കളിച്ച ടീമിന് 58 ബൂട്ടില്ലാതെ കളിക്കാൻ അറിയത്തില്ല എന്നുള്ള സെറ്റപ്പ്. അതിന് ഫോട്ടോ ഒക്കെ ഉണ്ട്, കാല ബാൻഡേജൊക്കെ ചുറ്റിയുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്. എന്തും ആയിക്കോട്ടെ, നമ്മളിപ്പോഴും കാരണം അന്ന് ബ്രസീലിൽ പോകാനായിട്ട് ഇവിടെ സ്പോൺസേഴ്സ് ഇല്ല കൊണ്ടുപോകാൻ. എപ്പോഴും സ്പോൺസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണിത്. ഇപ്പൊ ഈ നമ്മുടെ ഈ സിവിൽ സ്കോർ എന്നൊക്കെ പറയുന്നതല്ലേ, ഇതൊക്കെ കഴിഞ്ഞ ഇടയ്ക്കാണ് വരുന്നത്. അതിന് മുമ്പ് വരെ ഇതൊന്നും ഇല്ലായിരുന്നു. സിവിൽ സ്കോർ ഒക്കെ വന്നത് ഇവിടുത്തെ കോർപ്പറേറ്റ്സുകൾക്ക് വേണ്ടി മാത്രമാണ്. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. കാരണം ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു ലോൺ എടുത്താൽ, ഒരു ഫോണിന് EMI ആയിക്കോട്ടെ, അതുപോലും അവൻ ക്ലിയർ ആയിട്ട് അടച്ചു പോകണം. 1 രൂപ അതിൽ മുടക്ക് വരുത്താതെ അടച്ചു പോകണം. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനമാണ് സിവിൽ സ്കോർ അല്ലേ? ആലോചിക്കുക. വിജയ് മല്യയുടെ ഒക്കെ മറ്റേ വലിയ കെടുകെട്ടിയ ലോണൊക്കെ ഇവിടെ എഴുതത്തുള്ളൂ. പക്ഷെ ഇവിടെ പാവപ്പെട്ടവരുടെ ഫോൺ എടുത്തിട്ട് അതിന്റെ EMI ഒന്നും അടച്ചില്ലെങ്കിൽ അവന്റെ സിവിൽ സ്കോറിൽ ബാധിക്കും. പിന്നെ ഈ പാവം പിടിച്ചവന്റെ വീട്ടാവശ്യത്തിന് ലോണോ അല്ല അവന്റെ മോളെ കെട്ടിക്കാനൊരു ലോണോ ഒന്നും കിട്ടത്തില്ല. കാരണം സിവിലില്ല. 720 വേണം സിവിലില്ല. ഇവിടെ കാശുള്ളവരുടെ സിവിലും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. കോർപ്പറേറ്റ്സുകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റും ഒരു രാജ്യവുമാണിത്. ഇവിടെ ഇതല്ല, ഇതിന്റെ അപ്പുറം നടക്കും. പക്ഷെ ഒരാളെങ്കിലും, ഒരു ഫുട്ബോൾ പ്ലെയറെങ്കിലും ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നത് സന്തോഷം ഉണ്ടാവും. ഇതൊന്നുമില്ല. ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു, ഞങ്ങൾ കളിക്കണം,
ഞങ്ങൾക്ക് കുളിക്കണം, ഞങ്ങൾ ഡ്രമ്മിനകത്താണ് ഐസ് ബാത്ത് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഇല്ല, ഫെസിലിറ്റി ഇല്ല, ഇവിടെ മെസ്സിയെ കൊണ്ടുവരുന്നു, എന്തുവാടേ സ്പോർട്സ് മീറ്റ് നടത്താൻ ഇവിടെ 60 ലക്ഷം രൂപ ഇല്ല, പക്ഷെ മെസ്സിയെ കൊണ്ടുവരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക അവിടെ. നീ കുറെ നാൾ ആയിക്കടെ ബോൾ കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ വാ തുറന്ന് സംസാരിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക, ചുമ്മാ ഇങ്ങനെ ഇരുന്ന് വേസ്റ്റ് കാര്യങ്ങൾ സംസാരിക്കാതെ. കഴിഞ്ഞ ദിവസം SLK കാണാൻ വന്ന സഹലിന്റെ അടുത്ത് ഒരു ആങ്കർ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ISL പറ്റി. അപ്പൊ സഹൽ പറഞ്ഞത് ഇൻഷാ അള്ളാ വിചാരിച്ചാൽ എല്ലാം നടക്കും. നിന്റെ അള്ള എന്ന് വിചാരിച്ച ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്റെ പൊന്നടിയാ സഹലെ. വാദം ഒന്ന് സംസാരിക്കുക. നീ ഒരു നാഷണൽ പ്ലെയർ ആണ്, നിനക്ക് സംസാരിക്കാനുള്ള അർഹതയുണ്ട് ഇവിടെ. ഇവിടുത്തെ പ്രശ്നത്തെ പറ്റി സംസാരിക്കില്ല, അതിന്റെ അള്ള വന്ന് ഒന്നും കാണിക്കത്തില്ല ഇവിടെ. ഒന്ന് മനസ്സിലാക്കുക. ഇൻഷാ അള്ളാ വിചാരിച്ച അത് അങ്ങനൊന്നും അല്ല. നമ്മൾ സംസാരിക്കേണ്ടത് സംസാരിക്കുക. ഞാൻ വേറൊന്നല്ല കേട്ടോ, ഞാൻ ദൈവത്തെ കുറ്റം പറഞ്ഞു, നല്ലൊരു മതത്തിനെ കുറ്റം പറഞ്ഞു, ഞങ്ങളുടെ പരിപാടിയൊന്നുമല്ല. പക്ഷെ നമ്മൾ സംസാരിക്കേണ്ട കാര്യം സംസാരിച്ചെങ്കിലേ നടക്കുള്ളൂ. അല്ലാതെ നാളെ ദൈവം വിചാരിച്ച ഇതൊക്കെ നടക്കും എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടല്ലോ, അവരെയാണ് പറയേണ്ടത്. നമ്മൾ അവരെ പറ്റിയിട്ടാണ് സംസാരിക്കേണ്ടത്. മിസ് വരുന്ന കേസിൽ നമ്മൾ എത്രയോ ഇവിടെ പല പ്ലേയേഴ്സും വന്നിട്ട് കേരള ഗവൺമെന്റിനെ കുറ്റം പറയുന്നു. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പറ, നിങ്ങൾ കേന്ദ്രത്തെ പറ്റി പറ. AIFF ഒക്കെ അവരുടെ അണ്ടറിലാണ്, അതേപറ്റി പറ. ടീം 11 പ്രഖ്യാപിക്കുന്ന കുമ്പിടികളെ പറ്റി പറ. ഏതാ കബഡി നിർത്തി കുറച്ച് കുമ്പിടികൾ അവിടെ ഇരിപ്പുണ്ടല്ലോ. ടീം 11 പ്രഖ്യാപിക്കുന്ന മറ്റേ ജ്യോത്സ്യന്മാർ, അവരെ പറ്റിയൊക്കെ പറ. നാക്ക് തുറക്കങ്ങോട്ട്, വാ തുറക്ക്, എന്നിട്ട് പറ. ഇതൊന്നും ഇല്ല. എന്നിട്ട് ISL ഇല്ലേ, കളി നടക്കുവോ, ഫുട്ബോൾ നടക്കുവോ? കോർപ്പറേറ്റ്സുകൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു രാജ്യം. സത്യം നല്ല വിഷമമുണ്ട്. നമ്മൾ നല്ല വിഷമത്തിൽ തന്നെ സംസാരിക്കുന്നത്. എന്തൊക്കെയോ പറയാനുണ്ട് ഇതേ പറ്റിയിട്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് വരുന്നില്ല. ഇതൊക്കെയാണ് കാരണങ്ങൾ. നമ്മളല്ലാതെ വിചാരിക്കുന്ന പോലത്തെ വലിയ സംഭവം ഒന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് വലിയ പ്രശ്നമാണെങ്കിൽ ഇതൊക്കെ സോൾവ് ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ? ISL പകുതിയാവേണ്ട സമയമായില്ലേ? ഡിസംബർ ആകാൻ പോവുകയാണ്. ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് മിഡ് ബ്രേക്ക് ഒക്കെ വരേണ്ട സമയമാണ്. പക്ഷെ ഇപ്പൊ പോലും ISL സ്റ്റാർട്ട് ചെയ്തിട്ട് കൂടിയില്ല. സൂപ്പർ കപ്പ് കഴിഞ്ഞാൽ ഉടനെ ISL തുടങ്ങും എന്നൊക്കെയായിരുന്നു. ഇതിപ്പോ ഡ്യൂറൻ കപ്പും കഴിഞ്ഞു, സൂപ്പർ കപ്പും ഇനിയിപ്പോ സെമി ഫൈനലും ഫൈനലും മാത്രമേ ഉള്ളൂ. ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പോലും ISL പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല നമുക്ക്. എങ്ങനെയായിരിക്കും ഒന്നും അറിയില്ല. പക്ഷെ ആരും ഒന്നും പറയുന്നില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല, ആരും ഒന്നും സംസാരിക്കുന്നില്ല. അതിലൊക്കെ വന്നിരിക്കുന്നു. അതാണോ വേണ്ടത്? പ്രതിഷേധിക്കേണ്ട സമയമാണ്. പ്രതിഷേധിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രതിഷേധിക്കുക. താങ്ക് യു.